ഇപ്പോഴിതാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ അയൺമാനായി വന്നിട്ടുണ്ടായിരുന്ന RDJ തന്നെയാണ് ഡോക്ടർ ഡൂമായി ഡൂംസ്ഡേയിൽ റിട്ടേൺ ചെയ്യുന്നത്. ആക്ച്വലി ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ മാർവൽ കോമിക്സിലും സംഭവിച്ചിട്ടുണ്ട്. 2010 റിലീസ് ആയിട്ടുണ്ടായിരുന്ന വാട്ട് ഇഫ് അയൺമാൻ കോമിക്സിലൂടെയാണ് ഈ ഇവന്റുകളെല്ലാം തന്നെ സംഭവിക്കുന്നത്. മാർവൽ മൾട്ടിവേഴ്സിലുള്ള എർത്ത് 11029 എന്ന ആൾട്ടർനേറ്റീവ് എർത്തിലെ അയൺമാനും ഡോക്ടർ ഡൂമും തമ്മിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് സ്റ്റോറി ലൈൻ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വളരെയധികം ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന സ്റ്റോറി ലൈൻ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. ഈ ഒരു ആൾട്ടർനേറ്റീവ് യൂണിവേഴ്സിൽ റിച്ചാർഡ്സിന് പകരമായി എംബർ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിക്ടർ വാൻ ഡൂമിന്റെ ക്ലാസ്മേറ്റ് ആയി വരുന്നത് ടോണി സ്റ്റാർക്ക് ആണ്. ക്ലാസിക്കൽ ടോണി സ്റ്റാർക്ക് വേരിയൻസിനെ പോലെ തന്നെ ഒരു ജീനിയസ് ബില്ലിയനർ പ്ലേ ബോയ് ആയിട്ടുള്ള ക്യാരക്ടർ. വളരെയധികം ജോളിയായി എൻജോയ് ചെയ്ത് നടക്കുന്ന ടോണി സ്റ്റാർക്കിനെ റൂംമേറ്റ് ആയി വന്നിട്ടുണ്ടായിരുന്ന വിക്ടർ വാൻ ഡൂം ആണെങ്കിലോ ലെറ്റ്വീരിയയിൽ നിന്ന് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് ഒരു സ്കോളർഷിപ്പിന്റെ സഹായത്തോടുകൂടി മാത്രം യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിപ്പെട്ട ഒരു പയ്യൻ. ഇവർ രണ്ടുപേരും റൂംമേറ്റ്സ് ആയിരുന്നെങ്കിലും ഒരു ക്ലോസ് ഫ്രണ്ട് സർക്കിൾ അല്ലായിരുന്നു ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത്. ഇതിന് പ്രധാനമായിട്ടും വിക്ടർ വാൻ ഡൂമിന്റെ ജന്മസിദ്ധമായിട്ടുള്ള ഈഗോയും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും തന്നെയാണ്. മാത്രമല്ല ടോണി അൾട്ടിമേറ്റ്ലി വളരെയധികം റിച്ച് ആണ് എന്നതിനോടൊപ്പം തന്നെ ഇന്റലിജൻസിന്റെ കാര്യത്തിൽ തന്നോടൊപ്പം തന്നെയാണ് എത്തി നിൽക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന വിക്ടർ സ്റ്റാർക്കിനെ പോലുള്ള ഒരു ലൈഫ് തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത്. അതിനിടയിൽ തന്നെ വിക്ടർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇക്വേഷനിൽ ടോണി സ്റ്റാർക്ക് കണ്ടെത്തുന്ന ആ ഒരു കറക്ഷനും കൂടി ആയപ്പോൾ വിക്ടർ കൂടുതൽ അസ്വസ്ഥനായി. പൊതുവെ ക്ലാസ്സിലൊന്നും കയറാതെ തന്റെ ഗേൾഫ്രണ്ട്സുമായിട്ട് കറങ്ങി നടക്കുന്ന ടോണിയോട് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന അസൂയയോടൊപ്പം തന്നെ ടോണി സ്റ്റാർക്കിന്റെ വെൽത്തും വിക്ടറിനെ ഒരുപാടധികം ഇൻഫ്ലുവൻസ് ചെയ്തു. അതിനുവേണ്ടി തന്നെ വിക്ടർ വളരെ വലിയൊരു പ്ലാൻ തയ്യാറാക്കുകയും ഈ ഒരു പ്ലാനിന്റെ പാർട്ടായി ടോണി തന്നെ ഗേൾഫ്രണ്ടുമായി ചില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ അവിടെ വന്നൊരു ഹെൽപ്പ് ചോദിക്കുകയാണ് വിക്ടർ വാൻ ഡൂം. താൻ സീക്രട്ടായി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രെയിൻ ആൾട്ടറിംഗ് ടെലികൈനസിസ് മെഷീനിലേക്ക് ഒരു വോളണ്ടിയറായി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ടോണി സ്റ്റാർക്കിനെ വിക്ടർ ഡൂം വിളിക്കുന്നത്. അതായത് ഓരോരുത്തരുടെ മെമ്മറീസ് മറ്റുള്ളവരിലേക്ക് ഇംപ്ലാന്റ് ചെയ്ത് എഡ്യൂക്കേഷന്റെ ടൈം കുറയ്ക്കുവാനും ഈസിലി ക്രൈം ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തുവാനും വേണ്ടി സാധിക്കുന്ന ഒരു മിഷൻ തന്നെയാണ് വിക്ടർ ക്രിയേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. പാതി വഴിയിൽ എത്തിയിരുന്ന ഈ ഒരു മിഷൻ പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്യുവാനായി ടോണി സ്റ്റാർക്കിന്റെ ഹെൽപ്പോട് കൂടി അവർ ഇരുവരും ചേർന്ന് ഈ ഒരു എൻറ്റയർ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യുകയും ഒടുവിൽ ടോണി തന്നെ വോളണ്ടിയറായി ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്നു. അവിടെ ഉണ്ടാകുന്ന ആ ഒരു ചെയറിൽ വന്നിരുന്നതിന് ശേഷമാണ് വിക്ടർ ആ ഒരു ചെയർ തന്നെ എൻറ്റയറെ ലോക്ക് ചെയ്യിപ്പിച്ച് അവിടെ ടോണിയെ ട്രാപ്പിലാക്കുന്നതും പിന്നീടാണ് മറ്റൊരു സത്യം തിരിച്ചറിയുന്നത് ഇത് ഒരു ബ്രെയിൻ ആൾട്ടറിംഗ് മെഷീൻ അല്ല, മറിച്ച് ഇതിലൊരു ടെക്നിക്കൽ ചേഞ്ച് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് കോൺഷ്യസ്നെസ്സിന് തന്നെ എൻറ്റയർലി സ്വാപ്പ് ചെയ്യിപ്പിക്കുന്ന ഒരു മെഷീൻ തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അങ്ങനെ ഈ ഒരു ടെക്നോളജി ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന വിക്ടർ അവർ ഇവരുടെ മൈൻഡുകൾ മാത്രമല്ല സ്വാപ്പ് ആക്കുന്നത്, അതിനോടൊപ്പം തന്നെ അതുവരെ ഉണ്ടായിരുന്ന എൻറ്റയർ മെമ്മറീസും ടോണിയുടെ മൈൻഡിൽ നിന്ന് കളയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇത്രയധികം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് നടത്തി എന്ന് പറഞ്ഞ് ടോണിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന വിക്ടർ വാൻ ഡൂമിനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ പുറത്താക്കുകയും ഇതേ സമയം തന്നെ ടോണിയുടെ ബോഡി കൺട്രോൾ എടുത്തിട്ടുണ്ടായിരുന്ന വിക്ടർ ടോണിയുടെ വെൽത്തും തന്റെ ഇന്റലിജൻസും എല്ലാം യൂസ് ചെയ്ത് ഈസിലി സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിനെ പൂർണ്ണമായും തന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരികയും തന്റെ തനതായ ഈവിൾ നേച്ചർ കൊണ്ട് തന്നെ ഈ ഒരു എൻറ്റയർ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിനെയും സ്റ്റാർക്ക് യൂണിവേഴ്സിൽ എന്ന പേര് മാറ്റുകയും അതിനെ പിന്നീട് ഒരു റൂത്ത്ലെസ് ഈവിൾ എംപയർ ആക്കി തീർക്കുകയും ചെയ്യുന്നു. അതിനിടയിൽ തന്നെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന ടോണിയുടെ അച്ഛനായിട്ടുള്ള ഹൊവാർഡ് സ്റ്റാർക്കിനെ പ്ലാൻ ചെയ്ത് കൊന്നുകളയുകയും ചെയ്യുകയാണ് ഇതേ വിക്ടർ വാൻ ഡൂം. അങ്ങനെ എൻറ്റയർ സ്റ്റാർക്ക് യൂണിവേഴ്സിലും മറ്റു വെൽത്തുകളും എല്ലാം ഫുള്ളി വിക്ടറിന്റെ കൺട്രോളിലേക്ക് തന്നെ വരുന്നു. ഓൾറെഡി ഹൊവാർഡ് സ്റ്റാർക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന ആർക്ക് റിയാക്ടർ ടെക്നോളജിനെ ഒരു പ്യുവർ വെപ്പൺ ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്ത് അതിൽ നിന്നും ഒരുപാട് പൈസ സമ്പാദിക്കുകയാണ് ഡോക്ടർ ഡൂം. അങ്ങനെ ഇല്ലീഗലി വളരെയധികം ഒരുപാട് ബിസിനസ്സുകളെല്ലാം ചെയ്ത് ഒരു ഗ്ലോബൽ മൊണോപോളിയായി കോർപ്പറേറ്റ് വാർലോഡ് ആകുന്നെങ്കിൽ തന്നെ സ്റ്റാർക്ക് യൂണിവേഴ്സലിന് ലോകം മുഴുവൻ ഉണ്ടായിരുന്ന ആ ഒരു ട്രസ്റ്റ് വർത്തിനെസ് വളരെയധികം കുറഞ്ഞു വരികയുമാണ്. ഇതേ സമയം തന്നെ മെമ്മറീസ് എല്ലാം തന്നെ ഇറേസ് ചെയ്ത് ലെറ്റ്വീരിയയിലേക്ക് തിരികെ നാട് കടത്തപ്പെട്ട ഡൂമിന്റെ ശരീരത്തിലുള്ള ടോണി ആകട്ടെ ഇനീഷ്യലി വളരെയധികം കൺഫ്യൂസ്ഡ് ആവുകയും ഒരു ആൽക്കഹോൾ അഡിക്റ്റ് ആയി തീരുകയും ചെയ്യുന്നെങ്കിലും അതിൽ നിന്ന് സർവൈവ് ആയി തന്റെ ഇന്റലിജൻസ് എല്ലാം യൂസ് ചെയ്ത് കഷ്ടപ്പെട്ട് പഠിച്ച് PhD തന്നെ സ്വന്തമാക്കി ഡോക്ടർ ഡൂം എന്ന പട്ടം നേടിയെടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം തന്റെ IQ യൂസ് ചെയ്ത് ലെറ്റ്വീരിയയിലുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്യുവർ എനർജിയും എക്കണോമിക് ഫ്രീഡവും കൊടുക്കാൻ വേണ്ടി ഡൂം ഇൻഡസ്ട്രീസ് എന്ന പുതിയൊരു സംരംഭം തന്നെ പുള്ളി ആരംഭിക്കുകയാണ്. ആർക്ക് റിയാക്ടറിനോട് സിമിലർ ആയിട്ടുള്ള മറ്റൊരു ടെക്നോളജി തന്നെ ക്രിയേറ്റ് ചെയ്ത ടോണി ഇന്റർനാഷണൽ മാർക്കറ്റിൽ വിക്ടറിന് ഉണ്ടായിരുന്ന ആ ഒരു മേൽക്കൈ തടയുകയും അതുമൂലം സ്റ്റാർക്ക് യൂണിവേഴ്സലിന് വളരെ വലിയ ലോസ് തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നു. നാൾക്കുനാൾ ഡൂം ഇൻഡസ്ട്രീസ് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റാർക്ക് യൂണിവേഴ്സൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തന്നെയാണ് ടോണി സ്റ്റാർക്ക് ഒരു പ്യുവർ എനർജിയിൽ നിന്നും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പുതിയ സ്യൂട്ടിനെ പറ്റിയുള്ള അപ്ഡേഷൻസ് ഡോക്ടർ ഡൂമിന് ലഭിക്കുന്നത്. ഇത് മാർക്കിൽ ഇറങ്ങുകയാണെങ്കിൽ താൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അയൺമാൻ സ്യൂട്ടിന് ഒരു വാല്യൂം ഉണ്ടാവുകയില്ല എന്ന് തിരിച്ചറിയുന്ന ഡോക്ടർ ഡൂം ആ ഒരു എക്സ്പെരിമെന്റ് പൂർണ്ണമായും തടയുവാൻ വേണ്ടി താൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രോട്ടോടൈപ്പ് അയൺമാൻ സ്യൂട്ടിൽ ഡൂം ഇൻഡസ്ട്രീസിനെ ലക്ഷ്യമാക്കി പോകുന്നു. ഇത് ആക്ച്വലി അയൺമാൻ സ്യൂട്ടിനോട് സിമിലർ ആണെങ്കിൽ തന്നെയും ഗ്രീൻ കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡൂമിന്റെ ഐഡിയോളജീസ് എന്താണെന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു ഗ്രീൻ കളർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേസമയം ടോണി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പുതിയ സ്യൂട്ട് ആയിരുന്നെങ്കിലോ ലെറ്റ്വീരിയൻ കൾച്ചറിൽ നിന്നും
ഇൻസ്പയർ ആയിട്ടുണ്ടായിരുന്ന ഡിസൈൻ ആയിരുന്നെങ്കിൽ തന്നെയും റെഡ് ആൻഡ് ഗോൾഡൻ കളർ കൊടുത്തു എന്നത് റിയൽ ടോണി സ്റ്റാർക്കിന്റെ ഐഡന്റിറ്റിയെ സൂചിപ്പിക്കുന്നതും. തുടർന്ന് താൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പ്രോട്ടോടൈപ്പ് സ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് ഡൂം ഇൻഡസ്ട്രീസിനെ അറ്റാക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്ന വിക്ടർ വാൻഡൂം ആ ഒരു എക്സ്പെരിമെന്റ്സ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ സ്റ്റെൽത്ത് മോഡിൽ വന്ന് അവിടേക്ക് ആക്രമണം നടത്തുകയും എക്സ്പെരിമെന്റ്സ് ഒരു പരിധി വരെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ടോണി സ്റ്റാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പുതിയ ആർക്ക് റിയാക്ടറിനോട് സിമിലർ ആയിട്ടുള്ള ടെക്നോളജിയുടെ ബ്ലൂ പ്രിന്റ് അടിച്ചു മാറ്റുന്നതിനോടൊപ്പം ആ ഒരു എൻറ്റയർ ഡൂം ഇൻഡസ്ട്രീസും ബോംബ് വെച്ച് തകർക്കുകയും ചെയ്യുകയാണ്. ഇതേ സെയിം ടൈമിൽ തന്നെ തന്റെ പുതിയ റെഡ് ആൻഡ് ഗോൾഡൻ റെസ്ക്യൂ സ്യൂട്ടിൽ ഗ്രീൻ ആർമറിലുള്ള ഡൂമിനെ എതിർക്കുവാനായി ടോണി സ്റ്റാർക്ക് തന്നെ കളത്തിലിറങ്ങുന്നു. ടോണി സ്റ്റാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു റെസ്ക്യൂ സ്യൂട്ട് ആണ് എന്നതുകൊണ്ട് തന്നെ ഡോക്ടർ ഡൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗ്രീൻ ആൻഡ്മാൻ സ്യൂട്ടിന് തന്നെയായിരുന്നു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നത്. എന്നാൽ തന്നെ ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് ഡൂം അയച്ചിട്ടുണ്ടായിരുന്ന മിസൈലുകളെ എല്ലാം തന്നെ റിവേഴ്സ് ചെയ്ത് ഡൂമിന്റെ ഗ്രീൻ സ്യൂട്ടിലേക്ക് തന്നെ പറഞ്ഞു വിടുകയാണ് ടോണി സ്റ്റാർക്ക്. അതിനിടയിൽ തന്നെ ടോണിക്ക് തന്റെ പഴയ മെമ്മറീസ് എല്ലാം തന്നെ റീഗെയിൻ ചെയ്ത് വരികയും തുടർന്ന് അവർ ഇരുവരും തമ്മിൽ വളരെ വലിയൊരു ഫൈറ്റ് തന്നെ ഉണ്ടാകുകയും ചെയ്യുന്നു. എത്രയായാലും താൻ യൂസ് ചെയ്യുന്ന ഒരു റെസ്ക്യൂ സ്യൂട്ട് ആണ് എന്നതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ യൂസ് ചെയ്യുന്നത് ഒരു ബാറ്റിൽ ആർമർ ആണ് എന്നതിനാലും ഡോക്ടർ ഡൂമിന് തന്നെയായിരുന്നു ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നത്. അതിനിടയിൽ തന്നെയാണ് ടോണി സ്റ്റാർക്ക് തന്റെ ബോഡിയാണ് ഇപ്പോഴും ഡോം യൂസ് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ ഈസിലി അതിനെ ക്രാക്ക് ചെയ്യാം എന്ന ഐഡിയയിൽ തനിക്കറിയാവുന്ന തന്റെ യഥാർത്ഥ ബ്രെയിൻ പാറ്റേൺ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു എൻറ്റയർ ഗ്രീൻ സ്യൂട്ടിനെ കൺട്രോളിലെടുത്ത് അതിനുള്ളിലുള്ള മിസൈലുകൾ അവിടെ വെച്ച് തന്നെ പൊട്ടിച്ച് ഡോക്ടർ ഡൂമിനെ ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ ഡിസേബിൾ ആക്കുകയും ആ ഒരു എൻറ്റയർ ഫൈറ്റിൽ വിജയിക്കുകയും ചെയ്യുന്നതായി കാണിക്കുന്നു. ഈ ഒരു ടൈമിൽ തന്നെയാണ് ഡോക്ടർ ഡൂം എന്നെ കൊല്ലരുത്, എന്നെ കൊന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിനക്ക് ഈ ഒരു ശരീരം തിരികെ കിട്ടുകയില്ല, നമുക്കൊരു ഡീൽ ചെയ്യാം, എനിക്ക് പഴയ ശരീരം തന്നേക്ക്, നമുക്ക് പഴയതുപോലെ തന്നെ ആകാം എന്ന് പറയുമ്പോൾ തന്നെ ടോണി സ്റ്റാർക്ക് ഈ ഒരു ഓഫർ റിജക്ട് ചെയ്യുകയാണ്. കാരണം ഇപ്പോൾ ടോണി സ്റ്റാർക്ക് എന്ന പേര് തന്നെ ഒരു ഗ്രീഡ് ക്രൂവൽറ്റി വാർ സിംബലായി തന്നെ മാറിയിരിക്കുകയാണ്. എന്നാൽ ഡോക്ടർ ഡൂം എന്നത് ഒരു ലെറ്റ്വീരിയൻ ഹോണറബിൾ ഹീറോ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം ഡോക്ടർ ഡൂം ടോണിയുടെ ശരീരം വെച്ച് ചെയ്തതിനുള്ള ശിക്ഷയായിട്ട് ഇനിയുള്ള കാലം മുഴുവനും ഇതേ ശരീരം വെച്ച് തന്നെ ജീവിച്ചുകൊള്ളാനായിട്ടാണ് ഡൂമിന്റെ ശരീരത്തിലുള്ള ടോണി പറയുന്നത്. മാത്രമല്ല ലെറ്റ്വീരിയയിലുള്ള സാധാരണ ജനങ്ങൾക്ക് ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ ഇവിടെ ഡൂം ആയിട്ടുണ്ടാകണമെന്നും പറയുകയാണ് ടോണി. അങ്ങനെ ടോണി സ്റ്റാർക്ക് ഡോക്ടർ ഡൂമിന്റെ ബോഡിയിൽ തന്നെ ഇരുന്നുകൊണ്ട് ഒരു ഹോണറബിൾ മാനായി ജീവിച്ചുകൊണ്ട് തന്റെ ലൈഫ് നോർമലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡോക്ടർ ഡൂം സ്റ്റാർക്ക് ബോഡിയിൽ ഇരുന്നുകൊണ്ട് തോറ്റുപോയ ഒരു വില്ലനായിട്ട് തന്നെ താൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന തെറ്റുകൾക്കെല്ലാം ശിക്ഷ എന്നോണം ജയിലിലേക്കും പോകുന്നു. ഇതോടുകൂടിയാണ് ഈ ഒരു കോമിക് സീരീസ് ഇവിടെ അവസാനിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന മെയിൻ കാര്യം എന്നത് ടോണി സ്റ്റാർക്ക് എവിടെയാണെങ്കിലും ഏത് ശരീരത്തിലാണെങ്കിലും ഹി ഓൾവേസ് എ ഹീറോ. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് ഡോക്ടർ ഡൂമിന് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നതും. ആക്ച്വലി ഇതുപോലെ തന്നെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒട്ടനേകം ഡൂം വേരിയൻസിനെ പറ്റി നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതിനെപ്പറ്റി ഞാൻ ഇവിടെ മേളിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു കോമിക് സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്യാവുന്നതാണ്. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്, ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.